സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ NIA കോടതി റിമാൻഡ് ചെയ്തു. സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 8 വരെയാണ് നീട്ടിയത്. ശാരീരിക അവശതയുണ്ടെന്നും ജാമ്യം അനുവദിക്കണമെന്നും സ്വപ്ന കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, ഇന്നത്തെ കോടതി നടപടികൾ എന്തായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, NIA കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുള്ളത്. സ്വപ്ന സുരേഷ് അടക്കം 12 പ്രതികളുടെ റിമാൻഡ് കാലാവധിയാണ് അടുത്ത മാസം 8-ാം തീയതി വരെ NIA കോടതി നീട്ടിയത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് സ്വപ്ന സുരേഷ് തനിക്ക് ജാമ്യം നൽകണമെന്നും ശാരീരികമായിട്ടുള്ള അവശതകളുണ്ട് എന്നും കോടതിയോട് അഭ്യർത്ഥിച്ചത്. ഇതിൽ ഈ 12 പ്രതികളുടെ റിമാൻഡ് കാലാവധിയാണ് അടുത്ത മാസം 8 വരെ നീട്ടിയിട്ടുള്ളത്. അതേസമയം സന്ദീപ്, മുഹമ്മദ് ഷാഫി, മുഹമ്മദ് അലി ഇബ്രാഹിം, മുഹമ്മദ് അൻവർ എന്നിവരെ കോടതിയിൽ ഇന്ന് NIA ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്നാണ് കോടതിയിൽ ഇവരെ NIA ഹാജരാക്കിയത്. NIA കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇവരെ കോടതിയിൽ നേരത്തെ ഹാജരാക്കുകയും ഇവരുടെ അടക്കം റിമാൻഡ് കാലാവധി അടുത്ത മാസം 8 വരെ കോടതി നീട്ടിയിട്ടുണ്ട്. ഈ റിമാൻഡ് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NIA നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതിന്റെ ഉള്ളടക്കം ഒരുപക്ഷെ അല്പസമയത്തിനകം പുറത്തു വരും. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില എന്തെങ്കിലും NIAയുടെ പുതിയ കണ്ടെത്തലുകളും ഒപ്പം തന്നെ മറ്റ് പ്രതികൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രതികൾ കൂടാതെ മറ്റേതെങ്കിലും പുതിയതായിട്ട് പ്രതികളെ ചേർത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടെ 2 പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ശരി പ്രകാശ്.